പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, നാവിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത വ്യക്തിക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ കഴിയുകയില്ല. വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം 1:26 പറയുന്നു, താൻ ദൈവഭക്തനാണെന്ന് ഒരുവൻ വിചാരിക്കുകയും തൻ്റെ നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവൻ്റെ ഭക്തി വ്യർത്ഥമത്രേ. അപ്പോൾ ദൈവഭക്തനായ മനുഷ്യൻ തൻ്റെ നാവിനെ നിയന്ത്രിക്കണമെന്ന് തിരുവചനം വ്യക്തമാക്കുന്നു. നാവിനെ നിയന്ത്രിക്കാതെ ഭക്തനാണെന്ന് പറഞ്ഞതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അവൻ്റെ ഭക്തി വ്യർത്ഥമാണ്. നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. ഈ നാവ് കൊണ്ട് കർത്താവിനെ സ്തുതിക്കുകയും ആരാധിക്കുകയും ബഹുമാനിക്കുകയും എല്ലാം ചെയ്യുന്നു. അതേസമയം അതേ നാവ് ഉപയോഗിച്ച് ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ നാം ശപിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരേ വായിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നു. തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിക്കുവാൻ സങ്കീർത്തകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നാം ഭക്തനാണ് എന്ന് പറയുകയും മറ്റുള്ളവരെ കുറ്റം വിധിക്കുകയും ശപിക്കുകയും നിന്ദിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഭക്തി ദൈവിക ഭക്തി അല്ല, അത് വെറും വ്യാജമാണ്. ലൗകിക വ്യർത്ഥ ഭാഷണം ഒഴിവാക്കണം, അല്ലെങ്കിൽ അത് ജനങ്ങളെ ഭക്തി രാഹിത്യത്തിലേക്ക് നയിക്കും. ഈ ഭക്തി രഹിതരുടെ സംസാരം ശരീരത്തെ കാർന്നു തിന്നുന്ന വ്രണം പോലെയാണ്. വിശുദ്ധ യാക്കോബ് ശ്ലീഹ 1:19 പറയുന്നു, നിങ്ങൾ കേൾക്കുന്നതിൽ സന്നദ്ധതയുള്ളവരും സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാത്തവരും കോപിക്കുന്നതിൽ മന്ദഗതിക്കാരും ആയിരിക്കണം എന്ന്. എന്നാൽ നമ്മുടെ അനുദിന ജീവിതത്തിലേക്ക് നാം കടക്കുമ്പോൾ മറ്റുള്ളവരെ കേൾക്കാൻ നമുക്ക് സമയമില്ല. എന്നാൽ എന്തെങ്കിലും കേൾക്കുന്നതിന് മുമ്പ് തന്നെ നാം കോപിക്കുകയും പൊട്ടിത്തെറിക്കുകയും ദേഷ്യത്തിൽ സംസാരിക്കുകയും ശപിക്കുകയും എല്ലാം ചെയ്യുന്നവരാണ്. നമ്മുടെ ഈ സ്വഭാവം കൊണ്ട് നാം മാത്രമല്ല അനേകരെ നാം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിരാശയിലേക്ക് തള്ളിവിടുന്നതുകൊണ്ട് അവരുടെ ജീവിതവും നാശത്തിന് കാരണമാകുന്നു. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീരുന്നു എന്ന് തിരുവചനം പറയുന്നുണ്ട്. അതിനാൽ വാക്ക് അളന്നു തൂക്കി ഉപയോഗിക്കണം. വായ്ക്ക് വാതിലും പൂട്ടും നിർമ്മിക്കണമെന്ന് പ്രഭാഷകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ നാവിനെ നിയന്ത്രിച്ച് ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ പ്രവർത്തിച്ചു തുടങ്ങും. നമ്മെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ വചനങ്ങൾ നമുക്ക് ഓർമ്മയിൽ കൊണ്ടുവന്ന് തരും. അപ്പോൾ നമ്മുടെ നല്ല ചിന്തകളും നല്ല വാക്കുകളും വഴി അനേകരെ രക്ഷയിലേക്ക് നയിക്കാൻ നമുക്ക് സാധിക്കും. പരിശുദ്ധാത്മാവ് നമ്മെ നിത്യം സഹായിക്കുന്നവനാണ്. പാപബോധവും പശ്ചാത്താപവും നമുക്ക് തരുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനങ്ങൾ നിരന്തരം നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മിലുണ്ടാകണമെങ്കിൽ നാം സ്വസ്ഥമായിരിക്കണം. നമ്മുടെ നാവിനെ നിയന്ത്രിക്കണം. നമുക്ക് അനേകം മനുഷ്യരെ പിടിക്കുന്നവരായി മാറാൻ സാധിക്കും. ജെറമിയ 15:19 കർത്താവ് അരുളി ചെയ്യുന്നുണ്ട്, വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെ ആകും എന്ന്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.